ഒരു 1.5 കിലോ ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വറുത്ത് കറി വയ്ക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ ചെറിയ സ്പൂണ് വീതം കുരുമുളക് പൊടിയും പെരിഞ്ചീരകമാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായി യോജിപ്പിച്ച് 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പൊട്ടാതെ ചെയ്യണം. ഒരു മീഡിയം ടൈപ്പ് ചാളയാണ്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം കേട്ടോ. എന്നാലാണ് ഈ മുളക് പൊടി ഇതൊക്കെ ഉപ്പൊക്കെ അതിൽ ചേർന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ വയ്ക്കുക. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും വറുക്കാൻ എടുക്കണം. അപ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതങ്ങനെ അല്ലാതെ നമുക്കിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. വറുത്ത് കോരണതൊന്നും ഞാൻ കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതല്ല. നമുക്ക് വേഗം വേഗം വറുത്തെടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കാണിക്കാം. ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ വറുത്ത് മാത്രം എടുത്തിട്ട് നമ്മൾ വേറെ കറി കൂട്ടുമ്പോഴുള്ള പോലെയല്ല. ഈ വറുത്ത മീനിൻ്റെ കൂടെ ഈ ഗ്രേവിയും കൂടി ചേരുമ്പോൾ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റാണ് മീൻ വറുത്തത് കഴിക്കാൻ. അത് മാത്രം മതി, പിന്നെ വേറെ കറികളൊന്നും നമുക്ക് വേണമെന്നില്ല. ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു വിധം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒക്കെ മാറ്റണം. അപ്പോൾ ഇതിലത്തെ അവസാനം കാണുന്ന തരികളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റും കേട്ടോ. എന്നിട്ട് ആ വെളിച്ചെണ്ണ മാത്രമാണ് എടുക്കുക. എന്നാലും അതിലൊരു കുറച്ച് തരി ഉണ്ടാവും നമ്മൾ അരിച്ചെടുത്താലും കേട്ടോ. ഞാനിപ്പോൾ ആ കീടൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അരിച്ചെടുത്താലും ഒരു ചെറിയ തരിയൊക്കെ അതിൽ കാണും. എന്നാലും ആ വെളിച്ചെണ്ണ എടുത്തിട്ട് കറി ഉണ്ടാക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അരിച്ച് മാറ്റാം കേട്ടോ. പറ്റണതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു 2 സവോള. പെരിഞ്ചീരകം എന്ന് പറയുന്നത് ഒരു 3/4 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല. അതിടുമ്പോൾ ഈ കറിക്കൊരു രസം കൂടുതലാണ്. എപ്പോഴും മീൻ കറിക്ക് പെരിഞ്ചീരകത്തിൻ്റെ ഒരു മണം നല്ലതാണ്. അപ്പോൾ 2 സവോളയാണ് എടുത്തോണം, ഒരു മീഡിയം വലിപ്പത്തിലുള്ളത്. അതൊന്ന് പകുതി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്തെടുക്കാം. ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഒരു 5 പച്ചമുളകും, ഒരു ചെറിയ കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ അത് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ നന്നായി വഴന്ന് വരണം കേട്ടോ. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം വന്നാൽ മീൻ ഒട്ടും രസം ഉണ്ടാവില്ല കറിക്ക്. ഒരു വെളുത്തുള്ളിയുടെ കുത്തുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റി തന്നെ എടുക്കാം കേട്ടോ. നന്നായി വഴന്ന് വന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളിയുടെ മണം രസം കുറവുണ്ടാക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് മാത്രം ഇടണമല്ലോ. 1 സ്പൂണ് മുളക് പൊടിയും, 1 സ്പൂണ് മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചതാണ്, പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തക്കാളി വഴന്ന് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്നായി വരുമ്പോൾ നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കോൽപ്പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ്സോളം ഉണ്ടാവും വെള്ളം, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ വേണ്ടു കേട്ടോ. ഇതൊന്ന് പറ്റിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഇനി അതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. ഈ ഗ്രേവി ഇതിലിങ്ങനെ ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വയ്ക്കുക. അതിന് ശേഷം സ്വല്പം മല്ലി ചെപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട.
നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.